ഫ്രണ്ട്സ്, ഞങ്ങൾ വള്ളസദ്യ കഴിക്കുന്ന വീഡിയോ ആണ്. മറ്റേ വീഡിയോയുടെ ബാക്കി ഭാഗമാണിത്. എനിക്ക് വള്ളസദ്യക്ക് ഒരു പേര് കിട്ടി, അവർക്ക് 2 കിട്ടി. തോരൻ തരുന്നു, ചക്രവർത്തി വന്നു. ഓരോ കൂട്ടാനിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. തോരണം നമുക്ക് എന്തൊക്കെയാണ് വിളമ്പുന്നത് നോക്കാമേ. വള്ളസദ്യയിൽ വിളമ്പുന്നത് നിങ്ങൾ കണ്ടോണം എന്തൊക്കെയാണെന്ന്. ചാറ്, ഇത് കരിമ്പ്, ഇത് കരിമ്പാണ്. ഇത് കരിമ്പാണ്. ഇത്രേ കിട്ടത്തുള്ളൂ വള്ളസദ്യ കിട്ടുന്നു. കരിമ്പ് കരിമ്പിന്റെ എക്സ്പ്രഷൻ കാണിച്ച്, കരിമ്പിന്റെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. പിന്നെയും കരിമ്പ് കിട്ടിയിരിക്കുകയാണ്. അവിയൽ വന്നു. വള്ളസദ്യ കഴിക്കാനുള്ള കാത്തിരിപ്പിലാണ്. അടുത്ത കറി വന്നു. ഇതെന്ത് അവലോ? അവല്, മുന്തിരിങ്ങ, ഉണക്കം മുന്തിരിങ്ങ, പിന്നെ 2 പച്ചടി വന്നിട്ടുണ്ട്. പച്ചടി കിച്ചടി ഇനിയൊരു കറി വരാനുണ്ട്. അടുത്ത ബീറ്റ്റൂട്ട് പച്ചടി വന്നു. റൈറ്റൊക്കെ വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഇത് കടിക്കാൻ മാറുകയാണ്. ഞങ്ങൾക്ക് ഇത് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. വള്ളസദ്യ ഇത്ര കൂട്ടം കറി ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. ഇന്ന് അച്ചാറ്, പപ്പടം, കൂട്ടുകറി, ഞാനിങ്ങനെ നീട്ടിയതാണ്. നെല്ലിക്ക വന്നു. ഇതെന്താ? മപ്പാസ് പോലെ ഒരു കറിയാണ്. ഇതെന്താ നോക്കട്ടെ. അത് മധുരമല്ല, പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് ചോറും പച്ചടി. മറ്റേ 2 സാധാ പച്ചടി വന്നു. പരിപ്പ് വന്നു, നെയ്യ് വന്നു. കഴിച്ച് അവള് നെയ്യ് കഴിക്കുന്നതല്ല, പക്ഷേ കൃഷ്ണനൊക്കെ നെയ്യ് വന്നു. പിന്നെ വള്ളസദ്യ കഴിക്കുകയാണ്. കഴിക്കട്ടെ. സൂപ്പർ. കിടിലൻ വള്ളസദ്യ. എന്താ കഴിക്കുന്നില്ലടി?
2 3 4 5 6 7 8 9 10 11 12 13 14 15 കൂട്ടം കറിയേ വന്നുള്ളൂ അല്ലേ? പായസം കൊണ്ടുവന്നു കടപ്പത്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിറങ്ങി, അപ്പം വള്ളസദ്യ കഴിച്ചിട്ടിറങ്ങി. ഫ്രണ്ട്സ്, നമ്മൾ അവസാനമാണ് കഴിച്ചത്. കാരണം വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം അവസാനമാണ് പോയിരുന്ന് കഴിച്ചത്. അപ്പോൾ അതിനോട് അവസാനം ചെന്നപ്പോൾ നമുക്ക് എല്ലാ കറിയൊന്നും കിട്ടിയില്ല. പക്ഷേ ഉള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തിയാണ്. കാരണം ഇത് ഭഗവാന്റെ പ്രസാദമാണ്. അപ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വീഡിയോ കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.